ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാന്താരി മുളക് എങ്ങനെയാണ് ഉപ്പിലിട്ട് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ നാടനായിട്ടുള്ള കാന്താരി മുളകാണ്. നല്ല എരിവുണ്ട്. ഞാൻ 2 ടൈപ്പിലുള്ള കാന്താരി മുളക് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറായിട്ടുള്ള കാന്താരി മുളക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ഉപ്പിലിടാൻ പോകുന്നത്. ഇതുപോലെ ഒരു കപ്പിൽ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. 2 മുളകും ഒരുമിച്ച് 1 കപ്പോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ഉപ്പിലിടാൻ വേണ്ടി എന്തൊക്കെയാണ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചൂടാറിയ വെള്ളം 1 ഗ്ലാസ്, പിന്നെ 1/4 കപ്പ് വിനീഗർ, പിന്നെ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി ഒരു ബോട്ടലും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളക് കുപ്പിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കല്ലുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹോളെന്ന ഓപ്ഷനും കൂടി അമർത്തിയേക്കണേ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചൂടാറാൻ വെച്ച നേരത്തെ എടുത്ത് വെച്ച് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി തയ്യാറാക്കിയ കാന്താരി മുളക് ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയതാണിത്. ഇപ്പം തന്നെ അല്ല, ഒരു 7 ഡേയ്സും കൂടി കഴിഞ്ഞ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വിനീഗറും ഉപ്പെല്ലാം കാന്താരി മുളകിലേക്ക് നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 7 ഡേയ്സ് കൂടി കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുളകൊക്കെ ഒന്ന് വാടി വന്നു. ആ ഉപ്പ് വിനീഗറൊക്കെ മുളകിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.